മൊത്തം വിഷയം എന്ന് പറഞ്ഞാൽ അതുപോലെ വിഷയങ്ങളാ. എന്താ പറ്റി? എന്നാ വെച്ചാൽ പുതിയ SI ചാർജ് എടുത്തുന്നു. SI മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. എനിക്കറിയാമല്ലോ എന്റെ പൊന്നെ, ഈ പുള്ളിയുടെ സ്വഭാവം എങ്ങനെ നമുക്കറിയോ. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം SI ആയിരുന്നു നല്ലൊരു SI. പിന്നെ ആറുണ്ടായിരുന്ന സമയത്ത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പുള്ളി മാറി പുതിയ ആളാണ് ഇത്. ഈ പുള്ളിയുടെ സ്വഭാവം ഇനി എങ്ങനെയാണ് നമുക്ക് എങ്ങനെ അറിയാം? മറ്റേ പുള്ളി ആയിരുന്ന സമയത്ത് കൈക്കൂലിയുടെ ആളായിരുന്നു. അല്ല, വന്നപ്പോ പുള്ളി ഭയങ്കര കൈക്കൂലി അല്ലായിരുന്നല്ലോ, ഒന്നും മേടിക്കത്തില്ലായിരുന്നു. ആദ്യം വന്ന സമയത്ത് ഭയങ്കര ജാടയും മെനയൊക്കെ. അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടൊക്കെ എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും സംഭവിച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇവിടെ കിടന്നുണ്ട് എന്തൊക്കെ മേടാ പുള്ളി കാണിച്ചു കൂട്ടിയത്. എന്നെ വിട്ട ഒരു ദിവസം പൈസ മേടിക്കാൻ. ഈ പുള്ളിയുടെ അവസ്ഥ എന്നാണെന്ന് എനിക്കറിയാമല്ലോ. വരുമ്പോൾ ആദ്യത്തെ ജാടയുള്ളൂ, അത് കഴിയുമ്പോ എല്ലാം അങ്ങ് ഒതുങ്ങും. അല്ലെന്നേ, പുള്ളി കലിപ്പനാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന്. ആണോ? പിന്നെ പുള്ളിയുടെ ആദ്യത്തെ പോസ്റ്റ് ഈ സ്റ്റേഷനിൽ. ഇനി മുന്നു മോനെ, നിന്റെ ഈ പരിപാടി ഒന്നും നടക്കുമല്ല. എന്റെ ബിസിനസിനെ ബാധിക്കത്തൊന്നും. പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നുണ്ടോ ഇവിടെ? അതാ ചോദിച്ചു, എന്റെ ബിസിനസിനെ ബാധിക്കുമോ? പിന്നെ ലുലുമാളല്ലേ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നിന്നെ ചിലപ്പോൾ ബാധിക്കും. അതല്ല, അല്ലാതെ ഈ പുകയില അങ്ങനെ ആ സാറ് മാറ്റണം. സാറ് ഭയങ്കര കണിശക്കാരനാ. പുള്ളി സാർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? ഇതാണ് പുതിയ SI ആണ്. നമ്മളെ സാധാരണ നമ്മൾ ഇവിടെ ചെക്കിങ്ങിനൊക്കെ വരാൻ നേരത്ത് ഇവിടുന്ന് ചായ കുടിക്കാറുള്ളത്. പാക്കരൻ എന്നാണ് പുള്ളിയുടെ പേര്. സാറ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? ഒരു സോഡയുടെ പൈസ. അല്ല, സാറ് ഇവിടുന്ന് സോഡ കുടിച്ചിട്ടില്ല. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ആദ്യമായിട്ട് കേട്ടോ പോലീസുകാരൻ സോഡ കുടിക്കാതെ പൈസ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരപ്പെട്ട സ്ഥലമല്ല. ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട ആളുകളല്ല, മഹാവൃത്തികെട്ട ദേശമായത്. സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്റർ മാറി 786 ചതുരശ്ര വിസ്തീർണമുള്ള ചെറുവയ്ക്കൽ ഗ്രാമം. 3 പള്ളികൾ, 2 അമ്പലം, 2 മോസ്ക്, ഒരു വനിതാ ഹോസ്റ്റൽ. വനിതാ ഹോസ്റ്റലിന്റെ മതിലിന് 12 അടി ഉയരം. ഫുള്ള് കറക്റ്റ് മൊത്തത്തിൽ കണക്ക് കൂട്ടിയിട്ടാ സാറ് വന്നിരിക്കുന്നല്ലേ? എടോ, അനീതിയും അക്രമവും എവിടെ കണ്ടാലും ഞാൻ പ്രതികരിച്ചിരിക്കും. അത് വേണം സാറേ. അതിനുവേണ്ടി എന്റെ 2 കണ്ണുകൾ തുറന്നിരിക്കും. അത് വേണം സാറെ. വെച്ചിട്ട് നേരത്തെ തുറന്നു പിടിച്ചോണ്ടിരുന്നു. ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സാർ ഇന്ന് ആദ്യമായിട്ട് ജോലിയിൽ കയറിയിരിക്കുകയാണ്. ഇന്ന് ആദ്യം വരുന്ന ഏത് കേസാണെങ്കിലും കറക്റ്റ് ആയിട്ട് നിയമം അനുസരിച്ച് അതിനുള്ള ശിക്ഷ സാർ മേടിച്ചു. എടോ, ഇന്നല്ല എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ. അങ്ങനെയാണ്. അങ്ങനെ സത്യപ്രതിജ്ഞ എടുത്തിട്ട് കയറിയിരിക്കുന്ന ആളാ. സത്യമേവ ജയതേ. അങ്ങനെ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ വേണം സാറേ. അല്ലാതെ കുറച്ച് നാൾ കഴിയാൻ നേരത്ത് പിന്നെ കുറച്ച് കൈക്കൂലി മേടിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് പറ്റുന്ന പണികളല്ലത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ കടന്നിരിക്കുന്നത്. സാറിന് വെള്ളം എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ റോൾ മോഡൽ ആരാണ് സാർ? എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ലല്ലോ. അതാണ് അയ്യപ്പൻ നായർ. അതായത് സാർ അച്ഛനാണോ? എന്റെ അച്ഛനല്ലോ. പിന്നെ സുരേഷ് ഗോപി അല്ല. പിന്നെ അയ്യപ്പനും കോശിയിൽ അയ്യപ്പൻ നായർ. അയ്യപ്പനും കോശിയിൽ അയ്യപ്പന് ബിജു മേനോൻ. ഒരു പൂണ്ടടങ്ങ് ഒരു പൂട്ടുണ്ട്. ആ പൂട്ടിട്ടല്ലോ ആ താക്കോലി ഞാൻ പോക്കറ്റിട്ട് പോകും ഞാൻ. സാറ് ഭയങ്കര സംഭവം കേട്ടോ. എന്താണേലും സാറ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ നാട് ഒരു രസമാകും. ഇനി ഞാൻ ഇതൊന്ന് നോക്കിട്ടെ. സാർ ഇനി എന്നാണെന്ന് നോക്കൂ, ദേശത്ത് വന്ന് ഇനി സാർ നാട് മാറ്റുക ആണല്ലേ? ഈ കടയിൽ നോക്കണേ, ഞാൻ വരുന്നേ. വരുന്നുണ്ട്, അവനെ പിടിക്കട്ടെ. വരുന്നുണ്ട്. രണ്ടിന്റെ കൂടെ മേലെ ഞാൻ കണ്ടു. നീ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്ന? എവിടെ നോക്കിയാ ഇയാളെ ആ രീതി സംസാരിക്കണേ? എന്നാ നീ എങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് വന്ന? എങ്ങനെയാ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ ഓടിച്ചോണ്ട് ഇങ്ങനെ ഓടിച്ചോണ്ട് വണ്ടിയുടെ ഇടത് സൈഡിൽ കൂടെ വേണം വണ്ടി ഓടിച്ചോണ്ട് വരാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് നിയമം അറിയാമോ? ഞാൻ വലത് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച മാന്യമായിട്ട് വന്നാൽ ഇവനാണ് ഇടത് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചത്. സാറ് കണ്ടല്ലേ സാറേ? പൊട്ടം കൂടെ ഒരു മനുഷ്യൻ വണ്ടി ഓടിക്കേണ്ട റോഡിന്റെ ഇടതുവശത്തും കൂടെ വേണം വണ്ടി ഓടിച്ചത്. വലതുവശം പിന്നെ എന്ത് ചെയ്യും? ഓഹോ, അപ്പൊ ഞാൻ ഊതണം. ഓഹോ എന്ന് വെച്ചപ്പോ തന്നെ മാട്ടെന്നുള്ള മണമാണ് ഇങ്ങോട്ട് വരുന്നത്. കള്ളും കുടിച്ചേച്ച് ഇടതുവശത്തൂടെ അല്ലാതെ വലത് റോങ് സൈഡ് വണ്ടിയും കയറ്റി ഓടിച്ചോണ്ട് വന്നിട്ട് മറ്റവനെ ഇടിച്ചിട്ട് നീ ന്യായം പറയുന്നോ? ആ ന്യായം പറയും. ഞാൻ ന്യായം പറയും. ബുക്കും പേപ്പറും ഇല്ല. ഇല്ലേ? ഇല്ല. നിന്നെ ഇപ്പൊ കണ്ടോ ഇവിടുത്തെ SI ഇങ്ങോട്ട് വരട്ടെ. ചേട്ടൻ 2 അടിച്ചിട്ടുണ്ട്. ബുക്കും പേപ്പറും ഇല്ല. SI ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഈ പേര് പറഞ്ഞ് നിന്നെ പിടിച്ച് അകത്തിടുവോളൂ. ശരി. നീ വിളിക്കുക. നിന്റെ SIനെ വിളിക്കുക. ഇക്രുവിനെ വിളിക്കുക. പുള്ളി ഇപ്പൊ എന്നാ പറയാ? നിന്റെ SI നോ? നിന്റെ SI ഇക്രു ഇല്ലേ? SI കയറി നിന്റെന്നോ? നിയമം നോക്കുന്ന പോലീസുകാരെ വിളിക്കാൻ ഒരു വാക്കുണ്ട്, സാർ എന്ന് വിളിക്കണം.
ഇതിന് 24 മണിക്കൂറിനുള്ളിൽ നിന്റെ തൊപ്പി തെറിപ്പിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി സാർ ഇങ്ങോട്ട് വരട്ടെ. നിന്റെ ആരാ തൊപ്പി ധരിക്കുന്നത്? നീ വാ, നീ വേണം, വേണം. എവിടെ നീ വേണം? ഞാൻ ഓടില്ല. എടാ, വിളിക്കുന്നു. ഇത് കണ്ടോ സാർ? ഇത് കണ്ടോ സാർ? ഇപ്പൊ ഉണ്ടായ ആക്സിഡന്റ് ആണിത്. ആരാ പറഞ്ഞു പോയത്? പാവം പിടിച്ചവൻ അവര് വരുന്നു. ഇവിടെ രണ്ടുപേരും ഇതുവഴി വന്നിട്ട് വലത്തൂടെ വന്നിട്ട് ഇടതുവശത്തൂടെ സഞ്ചരിച്ച ഈ വണ്ടി ഇടിച്ചൊക്കെ നശിപ്പിച്ചു. സാറേ ഞാൻ മാക്സിമം ഒതുങ്ങിയാണ് സാറേ വന്നത്. അതായത് കാലൊക്കെ പോയി സാറേ, മൊത്തം പോയി സാർ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇതെങ്ങനെയായിരുന്നു? നിങ്ങൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു? അത് എല്ലാം ഉണ്ടായിരുന്നു സാർ, ഹെൽമെറ്റ് ബാക്കി ഉണ്ടായിരുന്നു, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ? എല്ലാം ഉണ്ട് സാർ, ഫുൾ ബുക്കും പേപ്പറൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട് സാർ. എന്താ സംഭവിച്ചങ്ങനെ നിങ്ങൾ വരുമ്പോ? സാറേ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരായിരുന്നു. അപ്പൊ ഈ പുള്ളി മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ വെട്ടി എന്നെ കൊണ്ട് കയറാമെന്ന്. അപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് ഒഴിയാൻ നോക്കും, പക്ഷെ പെട്ടെന്ന് വീണു പോയി സാറേ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല? ഒന്നുമില്ല സാർ. അവന്റെ ഭാഗത്ത് തെറ്റില്ല സാർ സാർ. കണ്ടിട്ടുണ്ട്. ഈ രണ്ടുപേരാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല ഉറപ്പല്ലേ? ഉറപ്പാണ് സാർ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. മതി സാറേ, ഇത് മതി, ഇതായിരിക്കും ഞാൻ സാറേ. ഏറ്റെടുക്കുന്ന ആദ്യത്തെ കേസാണിത്. ഇതിൽ സത്യം, നീതി, ധർമ്മം എന്ന് ഉണ്ടായിരിക്കും. താങ്ക് യു സാർ. ആരാ മറ്റേ ഏടെ നിൽക്കുന്നു സാറേ? നോക്കാവനെ. വല്ല കൂസലുണ്ടോ നോക്കിയവന്? അവൻ കള്ളു കൊടുത്തിട്ടുണ്ട്. അവന് ലൈസൻസ് ഇല്ല, ബുക്കും പേപ്പറും ഇല്ല. വലതുവശത്തോടെ ചേർന്ന് വന്ന് ഈ വണ്ടിക്ക് ഇടിച്ചു. അവന്റെ കൈയും കാലും മുറിച്ച്. എടാ ഹിക്രു, എടാ അവനില്ലേടാ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചടാ. അവൻ എന്തായാലും ജയിലിലിടണോട്ടാ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് വിട്ടാ മതി. ഞാൻ ക്ഷമിക്കുന്നില്ല. ഇവൻ ഒരു 5 വർഷം അവിടെ കിടക്കട്ടെ. കിടക്കട്ടെ കിടക്കട്ടെ. നീ 5 വർഷം കഴിഞ്ഞിട്ട് നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ഈ പിച്ചും പോയി സാറേ, 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 ഇത് എന്നെ സംഭവം എന്നാ മനസ്സിലാവുന്നില്ല. സംഭവം എന്നാന്ന് കാണിച്ചറാം. ഞാൻ പറഞ്ഞു പെങ്ങള് ഇതിന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? 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 കേസ് എന്താ റൂട്ട്? സാറിന്റെ അളിയനും പെങ്ങളുമാണ്. എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ അത് വിട്ടേ. ഞാനും പോയി. ഇന്ന് നീ ഡ്യൂട്ടിക്ക് കയറിയ ദിവസമാണെന്ന്. എന്റെ കയ്യിൽ മദ്യം മേടിക്കാൻ കാശില്ലായിരുന്നു. വീട്ടിലിരുന്ന കുക്കർ എടുത്ത് ഞാനങ്ങ് വാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ തീർന്നു പോയി. അവിടെ ഉള്ള പൈസ ഒന്ന് കെട്ടിപ്പറിക്കൊണ്ട് ഞാൻ വന്നിട്ട് 2 കിലോ ചിക്കൻ മേടിച്ചു. ചിക്കൻ ഇഷ്ടമല്ലേ? അത് പറഞ്ഞ ചിക്കൻ ചിക്കന്റെ മുഴയിഞ്ച് കടിച്ചു പൊട്ടിക്കുന്ന ഒച്ച എന്റെ ഈ ചെവിക്കകത്ത് കേൾക്കാം. അപ്പൊ നിനക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഇത് മേടിച്ചു കൊണ്ടുവന്ന വന്ന വഴിക്കാണ്. അതായത് എന്റെ പെങ്ങളെ കെട്ടി എന്നെ ടെസ്റ്റ് എഴുതാനാണെങ്കിലും എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം വരെ തയ്ക്കാനുള്ള പൈസ തന്ന ആദ്യം തന്നെ ഇവിടുന്ന ആളാണ്. പഠിക്കുന്ന കാലം മുതൽ ഇത് കാണിച്ച നിയമലംഘനം. ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടെന്ന് വരും. എന്നെ ഇവിടെ നിൽക്കണം വിചാരിക്കണം. ഈ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ സ്വാഭാവികമാണല്ലോ, അല്ലേ? ഇതിനു മുമ്പ് പറ്റിയിട്ടുണ്ടാവാം. ഇല്ല, പക്ഷേ അങ്ങനെ സ്വാഭാവികമാണത്. അതെ. അപ്പൊ അതൊക്കെ എന്തിലും പഠിക്കണം നമ്മൾ, മനസ്സിലായില്ലേ? അല്ല സാറ് പറഞ്ഞു തരുന്ന റൂട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കേസില്ല എന്നുള്ള രീതിയിൽ നല്ലത്. സാറ് നേരത്തെ ഇതിനാണ് സാറേ നേരത്തെ ഒന്ന് ഭയങ്കര സുരേഷ് ഗോപിയുടെ ഡയലോഗ് അടിച്ചിട്ട് സാറേ ഈ ബന്ധു എന്ന് കിടമ്പോൾ സാർ കാണിക്കുന്നത് മോശമാണ് കേട്ടോ സാറേ. ഇത് മോശമാണ് സാർ കാണിക്കുന്നത്. എനിക്ക് എസ് ഐയുടെ നേരെ വിരൽ കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ വെറുതെ എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്യാനെന്ന് ഇല്ല സാറേ, ഞാൻ നേരത്തെ അല്പം ക്ഷമിച്ചാൽ ഇപ്പൊ തല്ലേം കൂടെ ചെയ്ത് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ക്ഷമിക്കില്ല സാർ. നിനക്ക് ബുക്കും പേപ്പറും ഉണ്ടോ? എല്ലാം ഉണ്ട്, പക്ഷെ ബുക്ക് പേപ്പറും സൗകര്യയുടെ പേരിലാണ്. അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവള് വരും. അല്ല, ഒരു മിനിറ്റ്. എന്നെ വിളിച്ച എടാ ഇറക്കാം. പിന്നെ വിളിച്ച നീ പോയി 2 ഉപ്പ് സോഡ എടുത്തുവിടുക. എന്നാ സാറേ പറഞ്ഞു? ഞാൻ ഉപ്പുതോടെ എടുക്കുന്നു. എനിക്ക് ഇച്ചിരി ഉപ്പ് കൂട്ടിയിടണേ. എന്റെ പെങ്ങള് നമ്മളാള് കണ്ടിട്ടില്ല. അളിയാ, ബുക്കും പേപ്പർ ഉണ്ടാകയില്ല. ബുക്കും പേപ്പറും ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുവാണോ? വണ്ടി ഓടിച്ചാൽ ഈ 3 യൂണിഫോം ഒന്നിച്ചെടുക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നായിരുന്നോ? എന്നിട്ട് ആ വണ്ടിയുടെ ബുക്കും പേപ്പറും പണയം വെച്ചിട്ടല്ലേ ആ പൈസ എടുത്തിട്ടല്ലേ ഈ 3 യൂണിഫോം ഇട്ട് നീ ഇപ്പൊ ഞെളിഞ്ഞു നിൽക്കണേ? എന്നോടാണോ നീ പൈസ ഉണ്ടോന്ന് ചോദിക്കുന്നത്? സാറൊന്ന് പറയണേ, ഇത് ഗ്യാസായിട്ട് പോയി സാർ. എന്റെ വണ്ടി കിടക്കുന്ന നടപ്പുണ്ട്. ഭ്രാന്താണെന്ന് തോന്നുന്നു. വിളിച്ചിട്ടുണ്ട്, അവള് വരും. തീരുമാനം എടുക്കാം. ഒരു ചുള്ളനാണല്ലോടാ. ഇവിടെ ആങ്ങളെ ചമ്മി ഇരിക്കുന്നു, മുട്ടും മുറിഞ്ഞു. അപ്പോഴാണ് അവർക്ക് എസ് ഐ ഉള്ളതാണെന്ന്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ വേണോ? ഒരെണ്ണുള്ളൂ. അതെന്നാണ് പറഞ്ഞോട്ടാ. എന്താ സാറത് ആരാന്നറിയാൻ വന്ന് നിൽക്കുന്നേ? ഈ റീൽസ് റാണി. സോഷ്യൽ മീഡിയയിൽ ആ പെൺകൊച്ച് ഭയങ്കര വൈറലാണ്, ഭയങ്കര സ്റ്റാർ ആണെന്ന്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് റീൽസ്. എന്റെ ദൈവം, നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി പോയത്. നമസ്കാരം സാർ, ഞാൻ റീൽസ് റാണി.
സാർ എന്താ സാർ എന്റെ സഹോദരന് നീതി വേണം. ആ നീതി സാറിന്റെ ഭാഗത്ത് നിന്ന് എന്താ ഒരു തീരുമാനം പറയൂ സാർ. അല്ല അത് വേറെ കൊണ്ടല്ല, നമുക്ക് ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത്. അതല്ലേ നല്ലത്. ആങ്ങളയ്ക്ക് കൊടുത്താൽ ഒരു നീതി പെങ്ങൾക്ക് കൊടുത്താലോ? എന്തോന്ന് നീതിയെ ഡീസന്റ് ആയിട്ട് സംസാരിച്ചു. ബന്ധു എന്ന് കണ്ടപ്പോ പെട്ടെന്ന് എന്നെ പ്രതിയാക്കണ്. ഇല്ല, ബന്ധു ആ ബന്ധു പെട്ടെന്ന് എന്നെ പ്രതിയാക്കണ്. എന്റെ അളിയനാണ്, അപ്പൊ അതുകൊണ്ടൊന്ന് കോംപ്രമൈസ് ചെയ്താൽ നന്നായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. സാർ ഞാൻ പറഞ്ഞില്ലേ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാ എനിക്ക്. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാ സാറിന്റെ ജോലി എപ്പോ പോയെന്ന് ചോദിച്ചാ മതി. അത് വേണം. വേണ്ടി സാർ വരും. പറയും. നീ ഇറ്, നീ ഇറ്. അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല. അല്ല, അങ്ങനെ നീ ഇട്ട്. ധൈര്യം ഇട്ടോ. അല്ല, അത് നേരത്തെ ബന്ധുപരപ്പ കാണിക്കാം. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റീൽസ് റാണി. ഇതെന്റെ സഹോദരൻ. ഞാൻ മിണ്ടാതെ ഇങ്ങനെ വരെയായിരുന്നു. വെറുതെ ഇങ്ങോട്ട് വന്ന് ഈ നിൽക്കുന്ന പുള്ളി എന്നെ മദ്യപിച്ച് കൊണ്ടുവന്ന് എന്റെ ഈ നിൽക്കുന്ന പോലീസുകാരനാണ് ഈ സാറാണ്. ഈ സാറ് പിന്നെ ഈ പെണ്ണുമ്പിള്ള ഉണ്ട്. Guys, നിങ്ങൾ കാണൂ ഗൈസ്, ഇതാണ് ഈ പുള്ളിക്കാരുടെ എസ്ഐയുടെ സഹോദരിയാണ്. ഇതാണ് ഇത് അളിയൻ, എന്റെ അനിയനെ ഈ എസ് ഐ ആണ്. ഞങ്ങൾക്ക് നീതി തരാത്ത ഈ എസ് ഐ ആണ്. സാറേ ഞാൻ ഒരു കാര്യം നീതി നിനക്ക് ഏത് കടയിൽ നിന്ന് വേണ്ട? 1.5 കിലോ 10 രൂപ. നിങ്ങൾ കളിക്ക് പറയുന്ന പോലെ കുഞ്ഞുങ്ങളെയല്ല, നിങ്ങൾ അത് മനസ്സിലാക്കുക. സാർ ഒന്നാമത്തെ കാര്യം കല്യാണം കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഒരു ജോലി കയറിയതാണ്. സാർ ഇത് ജോലി വന്ന ദിവസം തന്നെ ഇറങ്ങേണ്ടതായിട്ട് വരും. പെണ്ണ് കിട്ടത്തില്ല. ആകെ കൂടി മൊത്തത്തിൽ വിഷയമായി. ഈ സാധനം അപ്ലോഡ് ചെയ്യില്ലെന്ന് പറ. സാറ് തൊപ്പി നിറയ്ക്കുന്ന ഏതാണ് അപ്ലോഡ് ചെയ്യില്ലെന്ന് പറയാം. സാർ തീരുമാനം പറയൂ. മിസ്റ്റർ പുഷ്പൻ, അയ്യേ, ഈ മെനകെട്ടവന്റെ പേരും പുഷ്പൻ എന്നാണ് ഉള്ള എന്റെ പേര് കിട്ടും. അയാളല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ആ സ്ത്രീയോട് മാറിക്കേ. നിങ്ങൾ ആ സ്ത്രീയോട് മാറിക്കേ. എന്ത് റോഡിൽ കൂടെ തോന്നിയ കാണിച്ചിട്ട് പോയിട്ട് ഒരു മര്യാദ വേണ്ട കാണിക്കുന്നതിന്. നീതിക്കും അക്രമത്തിനെതിരെ പോരാടുന്ന ആളാണ് ഞാൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. സ്വജനപക്ഷപാതം എനിക്കില്ല, മനസ്സിലായല്ലോ. ഇനി മേലിൽ ഇത്തരം പരിപാടികൾ കാണിച്ചാൽ എന്റെ രോമം പറിച്ചെടുത്തു. എന്തുകൊണ്ട് നീ കാണിച്ചത്? നന്ദി കെട്ടവനെ. നിന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടി ഈ മനുഷ്യൻ എന്തോരം കഷ്ടപ്പെട്ടുണ്ടെന്ന് അറിയാമോ? എന്നിട്ട് നീ എന്റെ ചേട്ടൻ കോളർ കയറി പിടിച്ചിരിക്കുന്ന. കോളർ പിടിക്കാനുള്ളത് ചെവക്കലടിച്ച് പിടി. നന്നായിടാ, വളരെ നന്നായി. നിന്റെ തോളിൽ 2 നക്ഷത്രം കാണാൻ കൊതിച്ച് എന്നെ ഒറ്റയടിക്ക് നീ 10,000 നക്ഷത്രം കാണിച്ചത്.